വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പിറ്റേ ദിവസം ചന്ദനയെ പ്രതീക്ഷിക്കുന്ന വസുവിന്റെ മുമ്പിലേക്ക് വന്ന ചഞ്ചലയാണ്. അവളെ കണ്ടത് അവന്റെ മുഖമൊന്ന് മാറി. എന്താ പെട്ടെന്ന് വോൾട്ടേജ് കുറഞ്ഞു പോയത്? പ്രതീക്ഷിച്ചത് എന്നെയല്ല അല്ലേ? അല്ല, പ്രതീക്ഷിച്ചത് നിന്നെയല്ല. പക്ഷേ ചന്ദന വരില്ല, പകരം നീയേ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ മുഖം മങ്ങിയത് നിന്നെ കാണുമ്പോൾ എന്തെങ്കിലും മാറ്റം എന്റെ മുഖത്ത് നീ എക്സ്പെക്ട് ചെയ്താണല്ലോ. നിന്നെ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതി. അതിനുവേണ്ടി മാത്രമാ എന്റെ മുഖത്തെ തെളിച്ച് ഞാൻ കെടുത്തി കളഞ്ഞു. വസു പരിഹാസത്തോടെ പറഞ്ഞു. എന്താ തന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? സാഗറിനെ വരട്ടിവിട്ട പോലെ എന്നെ വരട്ടിവിടാന്നോ? പക്ഷെ നിനക്ക് ആള് മാറിപ്പോയി. സാഗർ അല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ കണ്ണാണ്. എന്ത് ഭാവിച്ചെന്നാലും ചന്ദനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പെരുമാറിയത്. ഒരു പോളെ കണ്ണടച്ചില്ല അവള്. തനിക്കറിയില്ല അവളെ. താൻ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല അവള്. എന്തായാലും നിന്നെ പോലെ അല്ലല്ലോ അവള്. അത് തന്നെ ധാരാളം. ആ ഒരൊറ്റ കാരണം മതി അവളെ പ്രേമിക്കാൻ. ഇത്രയും നേരം നല്ല രീതിയിൽ ഞാൻ സംസാരിച്ച് വെറുതെ എന്റെ തിരുവായ തുറപ്പിക്കരുത്. ഞാൻ ചോദിച്ചതിന് വ്യക്തമായ മറുപടി താ. എന്തൊക്കെ താൻ അവളോട് പറഞ്ഞു? അപ്പൊ ഒന്നും അറിയാതെയാണോ നീ എന്നെ വരട്ടാൻ ഇറങ്ങിയത്? തന്നെ ഇന്ന് ഞാൻ അവൾ സായിയിട്ട് രണ്ട് കൈയും ഉയർത്തി അവന്റെ കഴുത്തിന് പിടിക്കാൻ ഭാവിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ആത്മസംയമനം വീണ്ടെടുക്കുകയും ചെയ്തു. അവളോട് ഇന്നുവരെ തോന്നിയ ദേഷ്യവും ഇഷ്ടക്കുറവും മാത്രമാണെങ്കിൽ ഇന്ന് ആദ്യമായി അവിടെ ആ കളി കണ്ടവന് ചിരി വന്നു. എന്താണ് ചിരിക്കുന്നത്? തനിക്കെല്ലാം തമാശയാണല്ലേ? താൻ ഇഷ്ടം പറഞ്ഞ പുറകെ നടക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഒരുപോലെ മാത്രമാണ് ചന്തു എന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ താൻ ഇതേക്കുറിച്ച് പറയുമ്പോൾ താൻ ഇത്രയും നിസ്സാരഭാഗത്തോട് നിൽക്കില്ലായിരുന്നു. ചിഞ്ചുവിന് ദേഷ്യത്തിന് പുറമെ സങ്കടവും തോന്നാൻ തുടങ്ങിയിരുന്നു. അതൊരു പക്ഷേ ചന്തുവും ശ്രുതിയും പറഞ്ഞ പോലെ വസു നല്ലവനാണെന്ന് ഉള്ളിലെവിടെയൊക്കെ കരുതിയത് കൊണ്ടായിരിക്കണം. എനിക്ക് ചന്ദനെ ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായതാണ്. അങ്ങനെ ഒറ്റ നോട്ടിൽ ഇഷ്ടപ്പെടാൻ അവളെന്താ വിൽക്കാൻ വെച്ച വല്ല പാവയോ മറ്റോ ആണോ? ഒരു കണക്കിനാണല്ലോ. അങ്ങോട്ട് തട്ടിക്കയറിയാൽ പോലും അവൾ പ്രതികരിക്കില്ല. എന്തിന്? ശരിക്കൊന്നും ശ്വാസം പോലും വിടില്ല. എനിക്ക് അവളെ കാണുമ്പോൾ ഒരു ഡോളിനെ പോലെയാണെന്നാണ് തോന്നുന്നത്. ചന്തുവിന്റെ മുഖം മനസ്സിലേക്ക് തെളിമയോടെ കടന്നു വന്നു. വസു ഒന്ന് ചിരിച്ചു. ഇതാ ഞാൻ പറഞ്ഞു, ഇയാൾക്കെല്ലാം തമാശയാണെന്ന്. എന്റെ ചന്തു പാവെന്ന് ഒത്തിരി പാവം. നിങ്ങളുടെ ഒരു തമാശക്ക് അവളെ വിട്ടുതരാൻ ഞാൻ ഒരിക്കല്ല. ചന്തു എന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അവളോട് ആത്മാർത്ഥ പ്രണയാണെന്ന്. ഇതിപ്പോ ചിഞ്ചു ബാക്കി പറഞ്ഞില്ല. ഇതിപ്പോ ഒരു കുന്തെന്ന്. എന്താ വേണോ? ചിഞ്ചു പല്ലിയരിച്ചു. അവിടെ ഓരോ ഭാവങ്ങളും കണ്ട് വസു ചിരിയടക്കാൻ നന്നായി പാടുവിട്ടു. ചിഞ്ചുവിനെ സാന്ദ്രയായി തോന്നിച്ചു അവന്. ഒരനിയത്തില്ലാത്തതിന്റെ കുറവ് നികന്ന് സാന്ദ്രയിലൂടെയാണ്. അവളുടെ എല്ലാ കുറുമ്പുകളും ആസ്വദിച്ചിട്ടേ ഉള്ളൂ. സണ്ണിയേക്കാളേറെയായി എല്ലാത്തിനും അവൾക്കൊപ്പം നിന്നിട്ടേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് തനിക്ക് ഇവൾ ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല? എന്തിനു ശരണിനോട് ഇവളെ പറ്റി കുറ്റം മാത്രം പറഞ്ഞു? ഉള്ളിലെവിടെയോ ചിഞ്ചുവിനോട് ഒരനിയത്തിയോടെന്ന പോലെ വാത്സല്യം നിറയുന്നു വസു അറിഞ്ഞു. കുറെ നേരമായാലും താനിക്ക് എന്റെ മുഖത്തോട്ട് നോക്കിക്കുന്നു. അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ ഇനി എന്റെ ചന്തുവിനെ ശല്യപ്പെടുത്തിയേക്കരുത്. ശല്യം ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ നീയൊന്ന് പറഞ്ഞല്ലോ, നീ കരുതി അവളോട് ആത്മാർത്ഥ പ്രണയാണെന്ന്. ആണെങ്കിൽ തന്നെ ഞാൻ അവളെ പ്രണയിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടും. തിരിച്ചെന്നെ സ്നേഹിക്കാനോ പ്രണയിക്കാനോ നീ അവളെ അനുവദിക്കുമോ? കാരണം നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ. അറിഞ്ഞിടത്തോളം നീ വേണ്ടാന്ന് പറഞ്ഞൊന്നും അവള് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അവളുടെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്ക് അവൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നെന്നോ അത്രത്തോളം തന്നെ അവൾ നിന്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. സത്യ, സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നത് അവളിൻ്റെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അവിടെ പ്രാധാന്യം നൽകാൻ അവൾക്ക് കഴിയാറുള്ളൂ. അവളുടെ അപ്പയുള്ള ഭയം കാരണം ഒന്നും നിറവേറ്റി തരാൻ അവൾക്ക് കഴിയാറില്ല. പിന്നെ ചോദിച്ചല്ലോ എനിക്ക് ഇയാളെ ഇഷ്ടമല്ലല്ലോ എന്ന്. എനിക്കതിന് ഇഷ്ടക്കുറവൊന്നുമില്ല. എന്തിനാ ചന്തുവിനെ അടിച്ച്? അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്ന്. എൻ്റെ ചന്തുവിനെ ആരും വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനെ അവൾ എത്ര തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളായാലും സാഗരനെ വരട്ടിവിട്ടത് അവൻ ചന്തുവിനെ ചേരില്ലെന്നുകൊണ്ടാണ്. ചന്തുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് എല്ലാവിധ ഗുണങ്ങളും വേണം. ഏറ്റവും കൂടുതലായി അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കെയർ ചെയ്യാനും സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനുള്ള കഴിവ്. അതാണ് ഏറ്റവും വലുതായി വേണ്ടത്. അതിനകത്ത് അവൾക്ക് ഇന്ന് വരെ സ്നേഹവും സംരക്ഷണവും കിട്ടിയിട്ടില്ലെന്നല്ല, ഉണ്ട്. അവളുടെ അച്ഛൻ അവൾ ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു എൻജോയ്മെന്റും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ പപ്പ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. ഈ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ ഞാൻ കാണാത്ത പോകാത്തതായിട്ടുള്ള സ്ഥലങ്ങളില്ല. ഞാൻ കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല. ഞാൻ അണിയാത്ത വസ്ത്രങ്ങളില്ല. പക്ഷേ എൻ്റെ ചന്തു, അവൾക്ക് എല്ലാത്തിനും നിയന്ത്രണങ്ങളാണ്. അവളുടെ ഉള്ളിലും കാണില്ല ആഗ്രഹങ്ങൾ. ഞാനും എൻ്റെ പപ്പി എത്രയും നിർബന്ധിച്ചാലും ഞങ്ങൾക്കൊപ്പം ഒരിടത്തേക്കും വരില്ല. അവളുടെ അച്ഛനെ ഭയന്നിട്ടാ. അച്ഛനു വേണ്ടി എല്ലാ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും മറച്ചു വെക്കുകയാണ് അവൾ. ഒരു നല്ല മകളാവനാണ് താനെന്നും ആഗ്രഹിക്കുന്നത് പറയുന്നവള്. എന്നാലും ആ മനസ്സിൽ അതിനപ്പുറം മറ്റു പലതും കാണില്ലേ? അറിയില്ല. ചോദിക്കുമ്പോഴൊക്കെ ഇല്ലെന്നാണ് പറയാറ്. വസു ഒരു അപരിചിതനാണെന്ന് പോലും ഓർത്തില്ല അവൾ. ചന്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വന്നു. വസു ഒന്നും മിണ്ടിയില്ല. ഒരു നിമിഷത്തേക്ക് മൗനം പാലിച്ചു. ശേഷം ചോദിച്ചു, നീ ഇപ്പൊ പറഞ്ഞ ഗുണങ്ങളൊന്നും നീ എന്നിൽ കാണുന്നില്ലേ? അവള് വിവാഹം കഴിക്കാൻ ഞാൻ യോഗ്യനല്ലേ? അങ്ങനെ ഫുൾ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അവൾ പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ വസു കടുപ്പിച്ച് നോക്കി. മറുപടിയായി അവളൊന്ന് വിളിച്ചു കാണിച്ചു. ഞാൻ ഉറപ്പ് തരാം, ഈ ലോകത്ത് മറ്റാരെക്കാളും കൂടുതലായി അവളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും. നീ പറഞ്ഞ പോലെയല്ല, അതിനേക്കാളും ഏറെയായി സന്തോഷം നൽകിക്കൊള്ളാം. ഞാൻ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തോളാം. ജീവിതകാലം മുഴുവൻ ഈ കൈവളിൽ കൊണ്ടുനടന്നോളാം.
എന്താ ഉറപ്പ്? എങ്ങനെ ഞാൻ നിങ്ങൾ വിശ്വസിക്കും? നിനക്ക് വിശ്വാസം നിന്ന് എനിക്ക് എന്റെ പ്രണയം ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണ, ഈ നെഞ്ചിൽ ആദ്യമായി പതിഞ്ഞ മുഖം. അതിന് മായ്ച്ചുകളാൻ എനിക്ക് കഴിയില്ല. അതിന് ഞാൻ ഒരുക്കമല്ല. കാത്തിരിക്കും എന്റെ പ്രണയം അവൾ സ്വീകരിക്കുന്നവരെ, അവൾ എനിക്ക് സ്വന്തമാകുന്നവരെ. അതിന് എത്ര കാലമായാലും. ദൃഢമായിരുന്നു അവന്റെ ശബ്ദം. മതി, വിശ്വാസമായിരിക്കുന്നു. എന്റെ ചന്തുവിനെ നിങ്ങളെക്കാൾ യോഗ്യനായ മറ്റൊരാൾ കിട്ടാനില്ല. അവൾ ഒരിക്കലും പ്രേമിക്കാൻ നിന്നിട്ടില്ല. ഞാൻ പറയാൻ തന്നെ അറിയാലോ നിങ്ങൾക്ക്. ആദ്യം അവിടെ മനസ്സിൽ കയറി പറ്റും, ബാക്കിയൊക്കെ പിന്നീട് നോക്കാം. എന്തിനും ഞാനുണ്ട് കൂടെ. അപ്പൊ നമ്മൾ തമ്മിൽ ഇനി ഉടക്ക് വേണ്ട, ഫ്രണ്ട്സ്. വസു പുഞ്ചിരിയോട് അവൾക്ക് നേരെ കൈ നീട്ടി. വേണ്ട, എനിക്കൊരു സഹോദരനെ മതി. ചന്തുവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരല്പം സ്നേഹം എനിക്കും തരും. ഒരനിയത്തിയോടെന്ന പോലെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഏട്ടൻ വേണമെന്ന്. അതിൻ്റെ കുറവ് എൻ്റെ പപ്പ എന്നെ അറിയിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ കുറവ് പോലും അറിയിച്ചിട്ടില്ല. എന്നാലും ചിത്തുവേട്ടൻ ജ്യോതിയെ സ്നേഹിക്കുകയും അവളോട് തല്ലുകൂടുന്നതൊക്കെ കാണുമ്പോൾ അറിയാതെ കൊതിച്ചു പോകും. അങ്ങനെ ചേട്ടൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതിനെന്താ, ചന്ദ്രൻ നിന്റെ സഹോദരിയല്ലേ? അവളുടെ അനിയത്തി എൻ്റെ അനിയത്തിയല്ലേ? അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരു അനിയത്തി ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമല്ലേ? വസു ആലസ്യത്തോടെ ചിഞ്ചുവിനെ ചേർത്ത് പിടിച്ചു. വേണ്ട വേണ്ട, ചേച്ചിയെ സെറ്റാക്കാൻ വേണ്ടി അനിയത്തിയെ സോഫിട്ട് കയ്യിലിരുത്തുന്ന ഈ ഏർപ്പാടൊന്നും വേണ്ട. ആദ്യം ഞാൻ പറഞ്ഞ പോലെ അവളുടെ മനസ്സിൽ കയറി പറ്റാൻ നോക്ക്. ഞാൻ കൂടെ ഉണ്ടാകുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം അവളുടെ മനസ്സിലേക്ക് ഞാൻ നിങ്ങളെ തള്ളിക്കയറ്റൊന്നല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള അലർച്ചയുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്നാ. അവൾ വസുവിന്റെ കൈ വിടുവിച്ച് മാറിയെന്നു. എന്നാ ശരി, നീ അവളുടെ ഫോൺ നമ്പർ ഇങ്ങതാ. അതൊക്കെ തരാം, പക്ഷെ കൂടുതൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. ടെൻഷൻ കയറി അവൾക്ക് വല്ലതും സംഭവിച്ചോ? പിന്നെ പ്രേമിക്കാൻ കേട്ടാൻ അവൾ കാണില്ല. മാത്രമല്ല, ഇപ്പൊ ഞാനും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സമാധാന ഉടമ്പടി ചേർന്നും അവൾ അറിയാൻ പാടില്ല. അവൾക്ക് മുമ്പിൽ നിങ്ങൾ എന്റെ ശത്രുവാണ്. പറഞ്ഞിട്ട് ചിന്തു ചന്തുവിന്റെ ഫോൺ നമ്പർ കൊടുത്തു. നിങ്ങളുടെ നമ്പര് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ചിഞ്ചു ചോദിച്ചപ്പോൾ വസുവും തന്നെ നമ്പർ പറഞ്ഞു കൊടുത്തു. സേവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ചിഞ്ചുവിന് കാര്യം കത്തിയത്. അല്ല, പേരെന്താ? ആരുടെ? വസു അവളെ സംശയിച്ചു നോക്കി. വേറെ ആരുടെയാ? നിങ്ങളുടെ തന്നെ. അത് കേട്ടത് വസു ചിരിച്ചുപോയി. നിങ്ങളുടെ പേരെന്താ? അത്രയ്ക്ക് മോശമാണോ? അല്ല, ഇങ്ങനെ ഒന്ന് കിണിക്കുന്നോണ്ട് ചോദിച്ചതാണ്. ചിഞ്ചു മുഖം തിരിച്ചു. പിന്നെ നിന്റെ ചോദ്യങ്ങളെ ചിരിക്കാൻ നിൽക്കുക. സ്വന്തം ഏട്ടനായിട്ട് അംഗീകരിച്ചു. എന്നിട്ട് അവൾക്ക് എന്റെ പേരറിയില്ലെന്ന്. പിന്നെ നീ എന്താറിട്ട ഇത്രയും നേരം ചെറവറാന്ന് വായിട്ടരച്ചുകൊണ്ടെന്ന്? വസു വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നോ? ഞാൻ പോവാം. ലേറ്റായി ചന്തു ടെൻഷൻ അടിക്കും. പ്രത്യേകിച്ച് വഴിയിൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാവുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഉടക്കിക്കാണെന്ന് കരുതിയിട്ട്. ഇനി പേര് പറയാത്തിന്റെ പേരിൽ നീ ഉടക്കണ്ട. വസുദേവ് നായർ. നീ വസു എന്ന് സേവ് ചെയ്തോ. എല്ലാവരും അങ്ങനെ വിളിക്കുക. അപ്പൊ എന്നെ ചിഞ്ചു എന്ന് വിളിച്ചോ? അറിയാം, ചിഞ്ചു എന്നത് വിളിപ്പേര്. ഒറിജിനൽ നെയിം ചഞ്ചല എലിസബത്ത് എബ്രഹാം. എങ്ങനെ അറിയാം? ചിഞ്ചുവിന്റെ മുഖത്ത് അത്ഭുതം. എന്റെ വീട്ടിലൊരുത്തനുണ്ട്, ശരൺ. അന്ന് ചിത്തുവിന്റെ വീട്ടിൽ നീ കളിപ്പിച്ചു കിട്ടുവാൻ. മന്ത്രം ജപിക്കുന്ന പോലെ 24 മണിക്കൂറും ചിഞ്ചു ചിഞ്ചു എന്ന് ജപിക്കുന്ന കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ നിന്നെ സ്വപ്നം കണ്ടു നടന്ന് നിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ചെവി തിന്നുന്ന അവന്റെ പ്രധാന ജോലി. എങ്ങനെ എൻ്റെ അങ്കിളിന് അവനെ പോലെ സന്തതിയുണ്ടായെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നിങ്ങൾ കസിൻസ് ആണോ? ചിഞ്ചുവിന്റെ മുഖത്ത് വീണ്ടും അത്ഭുതം. ആണ്. നീ എന്തിനാ അവനെ പറ്റിച്ച്? എന്താ അതിന്റെ അർത്ഥം? അവനുള്ള ഇഷ്ടം കൊണ്ടാണോ? അല്ല, എനിക്കങ്ങനെ ഇഷ്ടം ശരനോട് തോന്നിയിട്ടില്ല. കാരണം ചോദിച്ചാൽ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ആരെ? ആളുടെ പതർച്ചണ്ട് വാസവൾ ഉറ്റുനോക്കി. അതൊന്നും പറയാൻ പറ്റില്ല. അതെന്റെ പേഴ്സണൽ കാര്യം. മോൻ പോയി മോന്റെ പ്രണയത്തിന്റെ കാര്യം നോക്ക്. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമെന്ന് ഞാനും പറഞ്ഞേനെ. പക്ഷെ പറ്റില്ലല്ലോ. എനിക്ക് നിന്റെ സഹായം ആവശ്യമായി പോയില്ലേ? പിന്നെ ശരണിനോട് കാര്യം ഞാൻ പറയില്ല. പറഞ്ഞാൽ അവൻ കാര്യമാക്കില്ല. നിന്റെ മറുപടിക്കായിട്ട് നിന്നെ കാത്തിരിക്കും. ഇഷ്ടമല്ലെന്നല്ലേ നീ പറഞ്ഞ്? വെറുതെ അവനെ സ്വപ്നം കാണാൻ അനുവദിക്കണ്ട. അതിനുള്ള സമയം നീ ഉണ്ടാക്കരുത്. ഉടനെ പറഞ്ഞോളണം. അവനെ പിന്തിരിപ്പിക്കണം. കേട്ടല്ലോ? കാര്യം ഞാനവന് ഇന്ന് ഒത്തുപോകാറില്ലെങ്കിലും അവന് വേദനിക്കുന്നത് കാണാൻ എനിക്കാവില്ല. നിനക്ക് ചന്ദൻ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്കവൻ. ശരി, ഇനി കാണുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ പോവാം. കാണാം കേട്ടോ. ചന്ദൻ എവിടെ? ഞാൻ കാത്തിക്കുന്നു പറഞ്ഞാൽ മനഃപൂർവ്വം ക്ലാസ് അറ്റ് ചെയ്താണോ? അല്ല, ഞങ്ങൾക്കിപ്പോൾ എക്സാമാണ്. ശ്രുതിക്കും ചന്ദനിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. എനിക്ക് 2 പേപ്പർ ഉണ്ടായിരുന്നു. എന്നെ ഒരുപാട് ഉദ്ദേശിച്ച ശേഷം കൊച്ചു കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. നിങ്ങളെ കണ്ട പ്രശ്നത്തിനൊന്നും പോരുതെന്നും കാര്യങ്ങൾ സൗമ്യമായിട്ട് പറഞ്ഞു തീർക്കണമെന്നൊക്കെ. ഞാനിപ്പോൾ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് പാവ അവൾക്ക് അറിയില്ലല്ലോ. ചിഞ്ചു സൈറ്റ് അടിച്ച് കാണിച്ചു. വാസ് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അവൾ നിരസിച്ചു. ചന്ദനെ പോലെ അവളെ ഭയപ്പെടുത്തി കാറിൽ കയറ്റാൻ അവൻ മുതിർന്നില്ല. അവളുടെ അടുത്തായി ചെലവാവില്ലെന്ന് അവൻ അറിയായിരുന്നു. എന്തായി, കണ്ടോ? സംസാരിച്ചോ? ചിഞ്ചു വീടെത്തുന്നവരെ ചന്തുവിനൊരു സമാധാനമില്ലായിരുന്നു. അവളെ കണ്ടതും വെപ്രാളത്തോടെ ചോദിച്ചു. കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ നീ? എന്തിന്? നീ കരുന്ന പോലെ ഞാൻ അവനോട് തട്ടിക്കയറിയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ എന്തൊരു പക്ഷേ? ചന്തു ആദ്യയോട് ചോദിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ? അവന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? അവന് ഏതായാലും നിന്നെ വിടാനുള്ള പ്ലാനില്ല. പിന്നെ ഇന്നുവരെ നിന്റെ പുറകെ നടന്ന ബോയ്സിനെ പോലെ പെട്ടെന്ന് പേടിക്കുന്നോ പിന്മാറുന്ന ടൈപ്പല്ല അവൻ. രണ്ടും കൽപ്പിച്ചാ. എന്തു വന്നാലും നിന്നെ സ്വന്തമാക്കിയിട്ട് അടങ്ങുള്ളൂ എന്നാ പറയുന്നേ. അയ്യോ ദൈവമേ, ഇനി എന്താ ചെയ്യാ? എനിക്ക് കയ്യും കാലും മറിച്ചിട്ട് വയ്യ. നെഞ്ചൊക്കെ വേദനിക്കുന്നു ചിഞ്ചു.
ചന്തു ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലെത്തിയിരുന്നു. എന്ത് ചെയ്യാൻ, അവനെ പ്രേമിക്കണം, അതേ ഇനി ഒരു വഴിയുള്ളൂ. നീ ഇതെന്തൊക്കെയായി പറയുന്നത്? വല്ല നിശ്ചയമുണ്ട് നിനക്ക്? പിന്നെ ഞാനെന്ത് പറയണം? അവനോട് സംസാരിക്കാനുള്ള പോലെ ഞാൻ സംസാരിച്ചു. പിന്നെ പോകുമ്പോഴേ നീ പറഞ്ഞിരുന്നല്ലോ പ്രശ്നത്തിനൊന്നും പോകരുതെന്ന്. അതുകൊണ്ട് ഞാൻ അവന് തല്ലാനോ കൊല്ലാനോ പോയില്ല. ഇനി ഇക്കാര്യം പറഞ്ഞ് നീ എൻ്റെ അടുത്ത് വരേണ്ട ചന്തു. ഞാൻ ഇടപെടില്ല. കാരണം ഞാൻ അവനോട് സംസാരിക്കുന്നത് നിന്റെ അപ്പയുടെ കണ്ണിപ്പെട്ട ഞാൻ അഴിഞ്ഞാടി നടക്കുകയാണെന്നും ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയാണെന്നും പറഞ്ഞിട്ട് നിന്റെ അപ്പനെ ഇവിടുന്ന് പിടിച്ച് പുറന്നുള്ളു. എനിക്ക് ഏതായാലും എൻ്റെ പപ്പ വരുന്നവരെ ഇവിടെ നിന്നേ മതിയാവുള്ളൂ. ചിഞ്ചു അകത്തേക്ക് കയറിപ്പോയി. പോകുന്നിടയിലൊന്ന് തിരിഞ്ഞു നോക്കി. സോറി മോളെ ചന്തു, എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഞാനിപ്പോൾ വസുവിൻ്റെ ഭാഗത്താണ്. നിനക്ക് വസു നന്നായി ചേരും, അവനേ ചേരുള്ളൂ. എന്നോട് ക്ഷമിക്കുമുത്തേ. ആകെ ടെൻഷൻ കയറി തളർന്നു നിൽക്കുന്ന ചന്തുവിനെ നോക്കി ചിഞ്ചു മനസ്സിൽ ഊറി ചിരിച്ചു. ഹലോ ചഞ്ചല. ATM പുറത്ത് ശ്രുതിയെ കാത്തു നിൽക്കുന്ന ചിഞ്ചുവിന്റെ മുമ്പിൽ ശരണിന്റെ ബൈക്ക് വന്നു നിന്നു. ഓഹ് ഇവനാ എന്ന മട്ടിൽ ചിഞ്ചു താല്പര്യമില്ലാന്ന് നിന്നുവെങ്കിലും ഇന്നലെ വസു പറഞ്ഞ കാര്യം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. അവനെ കാണാൻ കാത്തിരുന്ന പോലെ അവൾ എന്റെ മുഖത്തേക്ക് നോക്കി. എന്താ ചഞ്ചല, തനിക്കിത് മനസ്സിലായില്ലേ? ഇത്രയും മറന്നുപോയോ? ചിരിയോടെയായിരുന്നു ശരണിന്റെ ചോദ്യം. ഏയ് ഇല്ല. ചിഞ്ചുവിൻ ചിരിച്ചു. പിന്നെന്താ എന്നെ കണ്ടപ്പോൾ ഒരു ആലോചന പോലെ. ഇന്ന് എനിക്കിട്ട് എന്ത് പണി തരുന്നോർത്താണോ? അയ്യോ അല്ല, ഞാൻ വെറുതെ ഒരു തമാശക്ക്. കുഴപ്പമില്ല, ഞാനൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. ആകെ പോട്ടെ. ചഞ്ചലൊരു മറുപടി പറഞ്ഞില്ല. ശരൺ അങ്ങനെ വിളിക്കാലോ അല്ലേ? ചഞ്ചലക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോളൂ. അല്ല, എൻ്റെ പേര് ഓർമ്മയുണ്ടായിരുന്നു. ശരൺ അത്ഭുതം തോന്നി. മറുപടിയായി ചഞ്ചല ഒന്ന് ചിരിക്കുകയും ചെയ്തു. ഇന്നലെ വസുമായി ഉണ്ടായ കൂടിക്കാഴ്ചയെ പറ്റി പറയുകയും ചെയ്തു. അല്ല, ഇപ്പോൾ വസുവിൻ്റെയും ചന്തുവിൻ്റെയും അല്ലല്ലോ വിഷയം, നമ്മുടേതല്ലേ. ഞാൻ പറയുന്നതുകൊണ്ട് ശരണിനൊന്നും തോന്നരുത്. എനിക്ക് ശരണിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ താല്പര്യമൊന്നുമില്ല. ഐ മീൻ, ശരണിന് എന്നോട് തോന്നുന്ന പോലെ ഒരു പ്രണയം എനിക്ക് ഒരിക്കലും ശരണിനോട് തോന്നുന്നില്ല. ചഞ്ചല ധൃതിപ്പെട്ടൊരു മറുപടി വേണ്ട. പതിയെ ആലോചിച്ചിട്ടെന്നാ മതി. ആലോചിക്കാനൊന്നുമില്ല. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ശരണിന് നൽകുന്ന പ്രതീക്ഷയായിരിക്കും. എൻ്റെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ലാത്ത പക്ഷം ഞാനിതിനെ വെറുതെ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്നത്. ഉള്ള പോലെ തുറന്നു പറയുന്നില്ല നല്ലത്. ചിഞ്ചു യാതൊരു മടിയും കൂടാതെ ശരണിനെ മനസ്സിലാകാവുന്ന വണ്ണം പറഞ്ഞു. ശരണിൻ്റെ മുഖം മങ്ങി. അതുകൊണ്ട് ചിഞ്ചുവിന് പറയണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ പറയാതിരുന്നിട്ട് എന്ത് കാര്യം? വസു പറഞ്ഞ പോലെ വെറുതെ അവൻ സ്വപ്നം കണ്ടു തുടങ്ങും. എന്തുകൊണ്ടും താനിപ്പോൾ തുറന്നു പറഞ്ഞാണ് ശരി. ചിഞ്ചു സ്വയം ആശ്വസിച്ചു. ശരൺ പോ. പെട്ടെന്നൊരു ബൈക്ക് ശരണിന്റെ ബൈക്കിനടുത്ത് വന്ന് നിന്നു. ആ പോടാ. ചഞ്ചല, ഇത് സണ്ണി ജിത്തുവിന്റെ വീട്ടിൽ വെച്ച് കണ്ടാണല്ലോ, ഫ്രണ്ടാ. ശരണിന്റെ ഉള്ളിൽ നന്നേ വേദന തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവനത് മറച്ചു പിടിച്ച് സണ്ണിയെ ചിഞ്ചുവിന് പരിചയപ്പെടുത്തി കൊടുത്തു. സണ്ണി ചിഞ്ചുവിനെ നോക്കുക മാത്രം ചെയ്തു. ഒന്ന് ചിരിക്കാനോ സംസാരിക്കാനോ തയ്യാറായില്ല. പക്ഷേ ചിഞ്ചുവിന്റെ ചുണ്ടുകൾ അപ്പോഴേക്കും സണ്ണി എന്ന് പതിയെ ഉരുവിടുകയും ആ പേര് മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തിരുന്നു. ശരൺ കഴിഞ്ഞില്ലെങ്കിൽ നീ പിന്നീട് വാ, ഞാൻ പോകുന്നു, എനിക്ക് തിരക്കുണ്ട്. സണ്ണിയുടെ മുഖത്ത് താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ കഴിഞ്ഞടാ, ഞാനും വരുവാ. ചഞ്ചല കാണാൻ കേട്ടോ. ശരണും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവന്റെ മുഖത്തെ പുഞ്ചിരിയിൽ വേദന മാത്രമാണെന്ന് ചിഞ്ചു തിരിച്ചറിഞ്ഞു. സോറി ശരൺ, നിന്റെ പ്രണയം വെറും നേരം പോക്കാണെന്ന് ആദ്യം ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് നിന്നോട് അത്രയേറെ തമാശ കാണിച്ച്. പക്ഷെ എന്നോടുള്ള നിന്റെ പ്രണയം എത്രത്തോളം ശക്തമാണെന്ന് ഇന്ന് നിന്റെ മുഖത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. മനസ്സിൽ മറ്റൊരാൾ നിറഞ്ഞു നിൽക്കുക. അയാൾ എന്നെ അംഗീകരിക്കുമോ എന്നും ആ സ്നേഹം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും ഞാൻ പ്രണയിക്കുന്നു, വളരെ ആഴത്തിൽ. എന്ത് നോക്കിക്കോ, വരുന്നില്ലേ? ATM നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശ്രുതി ചിഞ്ചുവിനരികിലേക്ക് വന്നു. പോവാം. എന്താടി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, ശരണിനെ കണ്ടു. സണ്ണി ഉണ്ടായിരുന്നു കൂടെ. ശരണോ? അതാരാ നിന്റെ പുറകെ കിടക്കുന്ന? ശ്രുതി ഭാഗ്യം ചോദിച്ചില്ല. സംശയത്തോടെ ചിഞ്ചുവിനെ നോക്കി. ചിഞ്ചു അതേന്ന് തലയാട്ടി. അപ്പൊ സണ്ണി ആരാ? ആ കൊന്തക്കാരനായിരിക്കും അല്ലേ? ശ്രുതി അവളെ കളിയാക്കി. പക്ഷേ ചിഞ്ചുവിന് എന്തുകൊണ്ടോ ചിരിക്കാൻ സാധിച്ചില്ല. എന്താടി, എന്തു പറ്റി? ആകെ മൂടോട്ടാണല്ലോ, കാര്യം പറയേ. ഒന്നുമില്ല ശ്രുതി. ശരൺ മറുപടി ചോദിച്ചു. ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അവന്റെ മുഖം ഭംഗി കണ്ടപ്പോൾ എന്തോ പോലെ. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. നിനക്ക് അവനെ സ്നേഹിക്കാനും വയ്യ, അവന്റെ മുഖം ഭംഗെന്ന് കാണാനും വയ്യ. രണ്ടും കൂടെ നടക്കില്ല ചിഞ്ചു. ഞാൻ എങ്ങനെയാ ശ്രുതി മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ഞാനെങ്ങനെയാ ശരണിനെ സ്നേഹിക്കുക? നിനക്കെന്താ വട്ടാണോ? എനിക്ക് വട്ടൊന്നുമില്ല, പക്ഷെ നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ചന്തു ആരെയും പ്രണയിക്കാത്തത് അവളുടെ അച്ഛന് വൈന്നിട്ടാ. പക്ഷെ നിനക്ക് നിന്റെ പപ്പ എല്ലാ ഫ്രീഡവും തന്നു, എന്നിട്ട് നീ ആരെയും പ്രണയിച്ചില്ല. അതിന് കാരണം നിനക്ക് പ്രണയത്തിന് താല്പര്യമില്ലാത്തതായിരുന്നു. മുമ്പ് എത്രയോ വട്ടം നീ എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ പുറകെ നടന്നവരൊക്കെ വട്ടം കളിപ്പിച്ച പോലെ ശരണയും വട്ടം കളിപ്പിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് നീ പ്രണയത്തിൽ വീണുപോയത്? ആരാ നീ ഇപ്പൊ പറഞ്ഞ ആ മറ്റൊരാള്? എന്താ നീ എന്നിൽ നിന്ന് ചന്തുവിൽ നിന്ന് കൊളിക്കുന്നത്? പറയ് ചിഞ്ചു, എപ്പോഴാ പ്രണയത്തിൽ വീണുപോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഒരാൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ചന്തുവിനോടും പപ്പയോടും സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞെടുക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ഗ്രീൻ സിഗ്നൽ കിട്ടുമെന്ന് പോലും സംശയമാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അന്ന് ഞാൻ പറയേണ്ട പ്രണയത്തെക്കുറിച്ച്. അല്ലാതെ നിന്നെ വെറുതെ എല്ലാവരോടും പറഞ്ഞെടുക്കുന്നത്. ചിഞ്ചു പറഞ്ഞു. അവളുടെ ഉള്ളിൽ എന്തോ വേദനയുള്ള പോലെ തോന്നി ശ്രുതിക്ക്. അതുകൊണ്ട് തന്നെ പിന്നെയൊന്നും ചോദിച്ചില്ല. എടാ, നീ ഇപ്പോൾ ചന്തയുടെ പുറകെയാണെന്ന് കേട്ടല്ലോ, സത്യമാണോ?
വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയ വസുവിന്റെ മുകളിലേക്ക് കയറാൻ പോലും ശരൺ അനുവദിച്ചില്ല. അതിനു മുന്നേ ചോദിച്ചു, ആണെങ്കിൽ നീ എന്താ എന്നോട് പറയാത്ത കാര്യം? ചിഞ്ചുവിന്റെ എല്ലാ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ? നീ പറഞ്ഞാൽ തന്നെയുണ്ട് നീ ചോദിച്ചതിനുള്ള ഉത്തരം. ഞാൻ നിന്നെ പോലെയല്ല. അവൾ ഇതൊരു മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. പോസിറ്റീവായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം നിങ്ങളോട് പറയാമെന്ന് കരുതി. അപ്പം മറുപടി നെഗറ്റീവാണെങ്കിൽ നീ പിന്നെ അവിടെ പുറകെ കിടക്കില്ലേ? നീ അവളെ മറന്നുകളയോ? നോ, നെവർ. ഒരിക്കലും മറന്നുകളിയില്ല. സ്വന്തമാക്കും. ആ ഉറപ്പിൽ തന്നെ ആ പ്രണയിക്കുന്നു. വസു സൈറ്റ് അടിച്ച് കാണിച്ചു. ഓടാ. ശരൺ മുഖം തിരിച്ചു. അല്ല, എന്നാ നിന്റെ മുഖത്തൊരു തെളിച്ചക്കുറു? എനി പ്രോബ്ലം? എടാ, ഞാനിന്ന് ചിഞ്ചുവിനെ കണ്ടിരുന്നു. അവളാ ചന്ദനെ എനിക്ക് ഇഷ്ടമാണെന്ന കാര്യം എന്നോട് പറഞ്ഞു. കൂടെ വേറൊന്നും പറഞ്ഞു. അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്, ഒരിക്കലും പ്രണയിക്കാൻ കഴിയില്ലെന്ന്. പറയുമ്പോൾ ശരണിന്റെ ശബ്ദം താഴ്ന്നിരുന്നു. അവനുള്ളിൽ നല്ല വേദനയുണ്ടെന്ന് വസുവിന് മനസ്സിലായി. സാരില്ലടാ, പോട്ടെ. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇക്കാര്യം പറഞ്ഞ് അവളുടെ പുറകെ നടക്കണ്ട. നിന്നിലൊരു കുറവ് കണ്ടുകൊണ്ടായിരിക്കില്ല അവൾ നിന്നെ പ്രണയിക്കാത്തത്. പകരം മനസ്സിൽ മറ്റൊരാളും കൊണ്ടായിരിക്കാം. അയാളിലേക്ക് അടുത്ത മനസ്സിന് നിന്നിലേക്ക് അടുപ്പിക്കാൻ അവൾക്ക് കഴിയില്ല. അവൾക്കെന്നല്ല, ലോകത്തെ ഏത് പെണ്ണിനും. അവൾ അങ്ങനെ പറഞ്ഞു. വേറെ പ്രണയമുണ്ടെന്ന് അവൾ നിന്നോട് പറഞ്ഞോടാ? ഇന്നലെ പറഞ്ഞിരുന്നു. ഞാനതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവളൊന്നും വിട്ടു പറഞ്ഞില്ല. ഞാൻ ഇന്നലെ തന്നെ നിന്നോട് ഇക്കാര്യം പറയായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അവൾ പറയുന്നില്ലേ എന്ന് തോന്നി. എന്തോ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല വസു. അവൾ വേറൊരാൾ ഇഷ്ടമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയിരുന്നു. നീ അവളുടെ കുറുമ്പുകളൊക്കെ അഹങ്കാരമായിട്ട് കണക്കാക്കുമ്പോഴും ഞാനതൊക്കെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ എന്താവുള്ളൂ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അവളുടെ ഈ കുസൃതികൾ തന്നെയാവാം. ഞാൻ കാത്തിരിക്കടാ. അതിനർത്ഥം അവളുടെ പ്രണയം അവൾക്ക് കിട്ടിയതെന്നോ കിട്ടില്ലെന്നോ അല്ല. എങ്കിലും ഇതിപ്പോൾ ഉള്ളത് ഈ പ്രായത്തിൽ അവൾക്ക് വന്ന് ഒരു ടൈം പാസ് ആണെങ്കിലോ, ഇടയിലെവിടെയെങ്കിലും വെച്ച് അവൾ ഈ പ്രണയം വേണ്ടെന്ന് വെച്ചാലോ? പക്വതയില്ലാത്ത പ്രായമല്ലേ? വിവാഹപ്രായമ്പോൾ മറ്റൊന്ന് ചൂസ് ചെയ്താലോ? ഞാൻ കാത്തിരിക്കും അവളുടെ വിവാഹം കഴിയുന്നവരെ. വസു എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ശരൺ മുറിയിലേക്ക് പോയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.